ഹായ് കൂട്ടുകാരെ, ഞാൻ കുഞ്ഞാറ്റ. എല്ലാ കൂട്ടുകാർക്കും സുഖം തന്നെയല്ലേ? എന്റെ കയ്യിൽ ഒത്തിരി പാട്ടുകളും ഗുണപാഠ കഥകളും പഠനകാര്യങ്ങളും ഉണ്ട്. അത് നിങ്ങളുമായി പങ്കുവെക്കാനാ. പാട്ടുകളും കഥകളും കൂട്ടുകാർക്ക് ഇഷ്ടമാണല്ലോ. ആദ്യം ഞാൻ നിങ്ങൾക്കൊരാളെ പരിചയപ്പെടുത്തി തരാം. ഇവനാണ് നമ്മുടെ കഥാനായകൻ. എന്റെ അമ്മോ, എത്ര പെട്ടെന്ന് നേരം വെളുത്തോ. അമ്മേ, ഞാൻ കളിക്കാൻ പോവാട്ടോ. ഹായ് കൂട്ടുകാരെ, എന്റെ പേര് കുഞ്ഞിക്കുറുക്കൻ. ഞാൻ എന്റെ കൂട്ടുകാരുടെ ഗ്രാമത്തിലേക്ക് കളിക്കാൻ പോവാ. നിങ്ങൾ പോരുന്നു എന്റെ കൂടെ? ഇതാണ് കിട്ടുവിന്റെ വീട്. നമുക്ക് അവൻ ഇങ്ങോട്ട് വിളിക്കാം. എടാ കിട്ടു, കിട്ടു. അവനില്ലേ ഇവിടെ? ശബ്ദമൊന്നും കേൾക്കുന്നില്ലല്ലോ. നമുക്ക് അകത്തോട്ട് ചെല്ലാം. അവൻ എന്തു പറ്റിയാവോ? ഒഴിവ് ദിവസം ആയതുകൊണ്ട് ഫുള്ള് ഉറക്കമാവും. എന്തു പറ്റി നിനക്ക്? വിറയൽ പനിയാ. 2 ദിവസമായി തുടങ്ങിയിട്ട്. ഇതുപോലെ ഈ ഗ്രാമത്തിലെ ഓരോരുത്തർക്കും ഓരോരോ അസുഖങ്ങളാ. നമ്മുടെ മിട്ടുവിന്റെ മുത്തച്ഛന് മന്ദരോഗ. എങ്കിലിത് വെച്ച് താമസിപ്പിക്കാൻ പറ്റില്ല. വരൂ, നമുക്ക് അടുത്തുള്ള ഹെൽത്ത് സെന്ററിലേക്ക് പോകാം. നമുക്ക് അകത്തോട്ട് ചെല്ലാം. ഡോക്ടർ, ഞങ്ങളുടെ ഗ്രാമത്തിൽ ഓരോരുത്തർക്കും ഓരോ അസുഖങ്ങളാ. കിട്ടുവിന് വിറയൽ പനി, മെട്ടുവിന്റെ മുത്തച്ഛന് മന്ദരോഗം, ചിക്കൻ ഗുനിയ, ഛർദിൽ തുടങ്ങിയവ കൊണ്ട് ഈ ഗ്രാമവാസികൾ ബുദ്ധിമുട്ടുകയാണ് ഡോക്ടർ. ഈ രോഗം വരുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു തരൂ. കൊതുകാണ് ഈ രോഗം പരത്തുന്നത്. ഇത്തിരി പോന്ന കൊതുകോ? അവനെ എത്രയും പെട്ടെന്ന് പൊക്കണം. കമോൺ. പാവം, പിടിക്കവനെ. വിടരുതവൻ. ഈ നാട്ടിൽ വേണ്ടാത്ത അസുഖങ്ങളൊക്കെ വരുത്തി വെച്ചിട്ട് എങ്ങനെയാണ്? പിടിയടാവനെ, ദുഷ്ടൻ. ചാടി പിടിക്കവനെ. പിടിയവനെ. കുഞ്ഞാ, പിടിയവനെ. കിട്ടു, വിടരുതവനെ. വിടില്ല. ഒരു പാവം. ഞങ്ങളെ ചോര കുടിക്കുകയും ഞങ്ങളെ രോഗികളാക്കുകയും ചെയ്യുന്ന നീയാണോ പാവം? കൊല്ലടാവനെ. എന്താ?
എന്താ പ്രശ്നം? ഇവനുണ്ടല്ലോ, ഈ ഗ്രാമത്തിലുള്ള മുഴുവൻ അസുഖങ്ങളും വരുത്തി വെക്കുന്നത് ഇവനാ. ഇവൻ ഒറ്റയൊരുത്തൻ. കൊല്ലണ്ടേ ഇവനെ? ഈ നാട്ടിൽ ഒരു നിയമം കോടതിയൊക്കെ ഉണ്ട്. നമുക്ക് അവനെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കാം. അവര് തീരുമാനിക്കട്ടെ. ഓർഡർ, ഓർഡർ. പ്രതിയുടെ പേരിലുള്ള കുറ്റപത്രം വായിക്കൂ. യുവർ ഓണർ, ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ പാവപ്പെട്ട ഗ്രാമവാസികളായി ഞങ്ങൾ സമർപ്പിക്കുന്ന സംഘടന ഹർജി. നിരപരാധികളായ ഞങ്ങളുടെ ചോര കുടിക്കുകയും ഞങ്ങളിൽ മലമ്പനി, മന്തുരോഗം, വിറയൽപ്പനി തുടങ്ങിയ ഒട്ടനേകം രോഗങ്ങൾ പരത്തുകയും ചെയ്യുന്ന ഈ കൊതുകിൽ നിന്നുള്ള ഉപദ്രവത്തിൽ നിന്നും ഞങ്ങൾക്ക് സ്വൈര്യവും രക്ഷയും നൽകണമെന്നും ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. പ്രതിയുടെ പേരിൽ അന്യായക്കാർ ആരോപിച്ച കുറ്റങ്ങളെല്ലാം സാരവും ഗുരുതരവുമാണ്. ഗ്രാമവാസികളെ കുത്തുക, ചോര കുടിക്കുക, രോഗം പരത്തുക തുടങ്ങിയ ഒന്നിലധികം കൃത്യങ്ങളാണ് പ്രതി ഇവിടെ ചെയ്തിരിക്കുന്നത്. അന്യായക്കാർക്ക് മറ്റെന്തെങ്കിലും കോടതിയെ ബോധ്യപ്പെടുത്താനുണ്ടോ? ഞങ്ങളുടെ ഗ്രാമത്തിൽ ഒട്ടുമിക്ക ആളുകളും ഇവനെ ഭയന്ന് പുറത്തു വരുന്നില്ല. ഇവനെ ഭയന്ന് ജോലിക്ക് പോകാൻ കഴിയാത്ത പലരുടെയും വീട്ടിൽ മുഴുവൻ പട്ടിണിയാണ്. ഇവന് മരണം വരെ തൂക്കിലേറ്റണം. പ്രതി ക്രൂരനും നിർദ്ദയനുമാണെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. ശിക്ഷ വിധിക്കുന്നതിന് മുമ്പ് പ്രതിക്ക് വല്ലതും പറയാനുണ്ടോ? ഉണ്ടേ ബഹുമാനപ്പെട്ട കോടതി. ഒരു കാലത്ത് എച്ചലുകളും ഓടകളുമായിരുന്നു ഞങ്ങളുടെ വാസസ്ഥലം. ഈ ഓടകളെല്ലാം ഇവിടെ ഉണ്ടാക്കിയത് ആരാ? അയ്യോ, ഇത് നമ്മളല്ലേ? ഈ സുന്ദരമായ ഗ്രാമത്തിൽ ചീഞ്ഞളിഞ്ഞ ഓടകളും പാഴ്വസ്തുക്കളും കൊണ്ട് നിറച്ചതാരാ? ചോദ്യത്തിന് ഉത്തരം പറയൂ. അത് ഞങ്ങളാ. പ്രതിയുടെ ന്യായങ്ങൾ കേട്ട കോടതി ഇതിൽ നിന്നും മനസ്സിലാക്കുന്നത് വാദി പ്രതിയാകുകയാണ്. കൊതുകുകളെ ഗ്രാമങ്ങൾ തോറും വളർത്തുന്നത് നിങ്ങൾ തന്നെയാണ്. കൊതുകുകൾക്ക് മുട്ടയിടാനും വളരാനും സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നതും ഗ്രാമവാസികൾ തന്നെ. പരിസര ശുചിത്വവും മലിനമുക്തവുമായ നാടിനെ സൃഷ്ടിക്കാൻ ബാധ്യസ്ഥരായ ഗ്രാമവാസികൾ തങ്ങളുടെ കർത്തവ്യം വിസ്മരിക്കുമ്പോൾ പകർച്ചവ്യാധികൾ പരത്തുന്ന ഇത്തരം ജീവികൾ വിരിഞ്ഞുണ്ടാകുന്ന പരിസര മലിനീകരണം, ശുചിത്വബോധമില്ലായ്മ, തന്മൂലമുണ്ടാകുന്ന ക്ഷുദ്രജീവികളുടെ ഉൽപാദനം എന്നിവയാണ് ഗ്രാമവാസികൾ ചെയ്യുന്നത്. കൊതുകിനുമേൽ ആരോപിച്ച ഈ കുറ്റം തികച്ചും ന്യായമല്ല എന്ന് ഇവിടെ ബോധ്യപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ഈ നിരപരാധിയായ കൊതുകിനെ നിരുപാധികം വിട്ടയക്കാൻ കോടതി വിധിക്കുന്നു. ബഹുമാനപ്പെട്ട കോടതി. അയ്യോ, പണി തിരിച്ച് നമുക്ക് തന്നെ കിട്ടി. കണ്ടല്ലോ കൂട്ടുകാരെ, പരിസര മലിനീകരണം എത്ര ആപത്ത് വരുത്തുമെന്ന്. നമ്മുടെ വീടും പരിസരവും എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കണം. ഇല്ലെങ്കിൽ ഇതുപോലുള്ള പല പല രോഗങ്ങളും നമ്മൾക്ക് പിടിപെടും. ഇനി നമുക്ക് ഹെൽത്ത് സെന്ററിൽ മന്ദരോഗത്തെ കുറിച്ച് ഹെൽത്ത് ഇൻസ്പെക്ടർ പറയുന്നത് ശ്രദ്ധിക്കാം. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മളിവിടെ ഈ ഹെൽത്ത് പ്രോഗ്രാം സംഘടിപ്പിച്ചിട്ടുള്ളത് മനുഷ്യന്റെ ചില പ്രധാന രോഗങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിയാണ്. ആദ്യമായി നമുക്ക് മന്തിൽ നിന്ന് തന്നെ തുടങ്ങാം. മന്തിന്റെ രോഗലക്ഷണങ്ങൾ എന്തെല്ലാമാണെന്ന് പറഞ്ഞു തരാമോ സാർ? മന്ത് എന്നാൽ അതിന് പ്രധാന ലക്ഷണം നീർവീക്കമാണ്. അതായത് ഇത് ബാധിച്ച സ്ഥലങ്ങളിൽ നീർവീക്കമുണ്ടാകുന്നു. എങ്ങനെയാണ് ഈ രോഗം ഉണ്ടാകുന്നത്? കൊതുകാണ് ഈ രോഗം പരത്തുന്നത്. എങ്കിലും ഈ രോഗത്തിന്റെ കാരണം ഒരു വേമാണ്. സാർ, അതിന്റെ പേര് റീം വേം. ഇതിന്റെ നിയന്ത്രണങ്ങൾ എന്തെല്ലാമാണ് ഡോക്ടർ? അതോടൊപ്പം ഈ രോഗം പരത്തുന്ന വൈറസിന്റെ പേര് കൂടെ ഒന്ന് പറഞ്ഞു തരാമോ സാർ? വവേറിയ എന്നാണ് ഈ വൈറസിന്റെ പേര്. ഇതിന്റെ നിയന്ത്രണങ്ങൾ പറയുകയാണെങ്കിൽ: 1. ശരീരവും മറ്റും വൃത്തിയായി സൂക്ഷിക്കുക. 2. കൊതുക് വളരുന്ന ഇടം ഒഴിവാക്കുക. 3. കൊതുക് വലയോ കൊതുക് തിരിയോ ഉപയോഗിക്കുക. 4. രോഗം ബാധിച്ച ആളുമായി ബന്ധം പുലർത്താതിരിക്കുക. 5. രോഗം വന്നിട്ടുള്ള ആളാണെങ്കിൽ മരുന്ന് ഒഴിവാക്കാതിരിക്കുക. ഇത്രയുമാണ് ഇതിന്റെ നിയന്ത്രണങ്ങൾ. ഞങ്ങളെപ്പോലുള്ളവർക്ക് ഇതൊരു പുതിയ അറിവാ സാർ. പലർക്കും. കൂട്ടുകാരെ, പരിസര മലിനീകരണം സംസ്കാരമാകണം. ഇല്ലെങ്കിൽ നാം സ്വയം സംസ്കരിക്കപ്പെടും.
കുഞ്ഞിക്കുറുക്കനെ കുറിച്ചുള്ളതാ. പാട്ടിഷ്ടമായല്ലോ കൂട്ടുകാരെ. കിട്ടേണ്ടത് കിട്ടിയപ്പോ കുഞ്ഞിക്കുറുക്കന്റെ മടി മാറിയത് കണ്ടല്ലോ നിങ്ങൾ. നമ്മൾ ഇതുപോലെ മടിയന്മാരാവരുത്. ഇനി നമുക്കൊരു കഥയായാലോ? ഈ കഥയിൽ ഒരു ഗുണപാഠമുണ്ട്. അത് കൂട്ടുകാർ ശ്രദ്ധിക്കുമല്ലോ. പണ്ട് പണ്ട് ഒരു കാട്ടിൽ കടുത്ത വരൾച്ച കാരണം മരങ്ങളെല്ലാം ഇലപൊഴിഞ്ഞു. ചോലകളും പുഴകളും അരുവികളും വറ്റിവരണ്ടു. പക്ഷിമൃഗാദികളെല്ലാം ചത്തൊടുങ്ങി. ഈ സമയം കാട്ടിലെ രാജാവ് ഒരു വിളംബരം കൂട്ടി. പ്രിയപ്പെട്ട കാട്ടുനിവാസികളെ, നാം ഇന്നിവിടെ കൂടിയിരിക്കുന്നതിന്റെ ഉദ്ദേശം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഒരു തുള്ളി ജലം പോലും കിട്ടാതെ നമ്മുടെ കാട് വറ്റി വരണ്ടു. ഒരുപാട് പക്ഷികളും മൃഗങ്ങളും ചത്തൊടുങ്ങി. ഇതിനൊരു പരിഹാരം കാണണം. ഇല്ലെങ്കിൽ നമ്മുടെ ഈ കാട് എന്നേക്കുമായി നശിക്കും. ഈ കാട്ടിലെങ്ങനെ വെള്ളമെത്തിക്കും?
മഹാരാജൻ, അതിനേക്കാൾ നല്ലത് വെള്ളമുള്ള സ്ഥലം അന്വേഷിക്കുന്നതാവും. ഇത്രയും മൃഗങ്ങൾക്കും പക്ഷികൾക്കുമുള്ള വെള്ളം ഈ കാട്ടിൽ ആരെത്തിക്കാൻ? അത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഈ കാട്ടിൽ നിന്ന് വെള്ളം അന്വേഷിച്ച് ആര് പോകും? അത് നമ്മുടെ തവളച്ചാല് പോയിക്കൊള്ളും. ഭൂമിയിൽ എവിടെയാ വെള്ളമുള്ളതെന്ന് അറിയാൻ പറ്റണത് അവനേക്കാളും കഴിവുള്ള മറ്റാരും ഈ കാട്ടിലില്ലല്ലോ. എന്താ തവളച്ചാരെ, സമ്മതമാണോ? അടിയന് സമ്മതമാണ്. ഞാൻ പോയിക്കോളാം. അങ്ങനെ തവള വെള്ളം അന്വേഷിച്ചൊത്തിരി ദൂരം നടന്നു. കാട്ടിൽ എവിടെയും വെള്ളം കാണാൻ തവളച്ചാരന് സാധിച്ചില്ല. ഒടുവിൽ തവള ഗ്രാമത്തിലേക്കിറങ്ങി. അങ്ങനെ നടക്കുമ്പോ തവള ഒരു കിണർ കണ്ടു. ഓടിച്ചെന്ന് തവള ആ കിണറിന്റെ പടവിലേക്ക് ചാടിക്കേറി. കിണറിലേക്ക് എത്തി നോക്കിയ തവളച്ചാരന് സന്തോഷം അടക്കാനായില്ല. ഇത് എത്രയും പെട്ടെന്ന് മഹാരാജാവിനെ അറിയിക്കണം. പെട്ടെന്ന് തവളയുടെ മനസ്സിൽ ഒരു കുബുദ്ധി തോന്നി. ഞാനിത് കാട്ടിലറിയിച്ചാൽ കാട്ടിലെ മൃഗങ്ങളെല്ലാം വന്ന് ഇത് കുടിച്ചു വറ്റിക്കും. കണ്ടുപിടിച്ച് എനിക്ക് ഒരു തുള്ളി വെള്ളം പോലും കിട്ടില്ല. അവരെ വിവരം അറിയിക്കുന്നതിന് മുമ്പ് ഈ കിണറ്റിലിറങ്ങി എന്റെ ആവശ്യത്തിനുള്ള വെള്ളം കുടിച്ചിട്ട് ചെന്ന് പറയാം. പിന്നെ തവള ഒന്നും ചിന്തിച്ചില്ല, കിണറ്റിലേക്ക് എടുത്തു ചാടി. അറിഞ്ഞോ കൂട്ടുകാരെ, പിന്നെ നമ്മുടെ തവളയ്ക്ക് എന്ത് പറ്റിയെന്ന് മുഴുവനായി കണ്ടു നോക്കൂ. ഒടുവിൽ ആ കിണറിലെ വെള്ളവും വറ്റി. തവള അതിലകപ്പെട്ടു. എന്നിട്ടോ കാട്ടിൽ മഴ പെയ്ത് ആവശ്യത്തിനുള്ള വെള്ളവുമായി. പിന്നെ തവള ഒരിക്കലും കാട്ടിലേക്ക് പോയില്ല. കഥ ഇഷ്ടമായ കൂട്ടുകാരെ, ഇതിൽ നിന്നും എന്ത് ഗുണപാഠമാണ് കൂട്ടുകാർക്ക് ലഭിച്ചത്? ചിന്തിക്കാതെ എടുക്കുന്ന തീരുമാനങ്ങൾ നമ്മെ വലിയ ആപത്തുകളിൽ എത്തിക്കും. അതുകൊണ്ട് കൂട്ടുകാർ എന്ത് കാര്യം ചെയ്യുമ്പോഴും നന്നായി ആലോചിച്ചു വേണം ചെയ്യാൻ. ഇല്ലെങ്കിൽ തവളച്ചാരുടെ ഗതിയാകും നമ്മൾക്കും. ഇനി നമുക്കൊരു പാട്ടുകൂടിയാവാം അല്ലേ? കാടും
പുഞ്ചപ്പാടം കേറും നേരം ചിന്നം പിന്നം മഴ പെയ്തു. പുഞ്ചപ്പാടം കേറും നേരം ചിന്നം പിന്നം മഴ പെയ്തു. ഒത്തിരി ഒത്തിരി തുള്ളികളാൽ ചെറുപറ ചെറുപറ മഴ പെയ്തു. ഒത്തിരി ഒത്തിരി തുള്ളികളാൽ ചെറുപറ ചെറുപറ മഴ പെയ്തു. കാടും മേടും കേറി നടക്കും നമ്മുടെ സ്കൂളിൻ ശകടം, നമ്മുടെ സ്കൂളിൻ ശകടം. കാടും മേടും കേറിപ്പോകാം, കാലം നീളെ പോകാലോ. കാടും മേടും കേറിപ്പോകാം, കാലം നീളെ പോകാലോ. ഒത്തിരി ഒത്തിരി ചുറ്റി നടന്ന് സ്കൂളിൽ ചെന്ന് കേറാലോ. ഒത്തിരി ഒത്തിരി ചുറ്റി നടന്ന് സ്കൂളിൽ ചെന്ന് കേറാലോ. കാടും മേടും കേറി നടക്കും നമ്മുടെ സ്കൂളിൻ ശകടം, നമ്മുടെ സ്കൂളിൻ ശകടം. കാടും മേടും കേറി മറിഞ്ഞ് സ്കൂളിൽ ചെല്ലും ശകടം, സ്കൂളിൽ ചെല്ലും ശകടം, സ്കൂളിൽ ചെല്ലും ശകടം, സ്കൂളിൽ ചെല്ലും ശകടം. പാട്ടിഷ്ടമായ കൂട്ടുകാരെ, ഇനി നമുക്ക് കുഴിമടിയനായ ഒരാളെ കുറിച്ചുള്ള കഥയാവാം. ഈ കഥയിലും ഒരു ഗുണപാഠമുണ്ട്, ശ്രദ്ധിക്കണേ. പണ്ട് പണ്ട് ഒരു ഗ്രാമത്തിൽ നല്ലവനായ ഒരു കർഷകൻ ജീവിച്ചിരുന്നു. അദ്ദേഹത്തിന് 2 ആൺമക്കളുണ്ടായിരുന്നു, സദനും ശിവനും. സദൻ അച്ഛനെ കൃഷികാര്യങ്ങൾ സഹായിക്കുമായിരുന്നു. അച്ഛനെ പോലെ ഒരു നല്ല അധ്വാനശീലനായിരുന്നു സദനും. എന്നാൽ ശിവനോ കുഴിമടിയനായിരുന്നു. കുറച്ചു കാലങ്ങൾ കഴിഞ്ഞ് കർഷകന് വയസ്സായി. രോഗശയ്യയിൽ കിടക്കുന്ന സമയം സദനെയും ശിവനെയും അച്ഛൻ അടുത്തു വിളിച്ച് 2 പേരോടായി ഇങ്ങനെ പറഞ്ഞു: എന്റെ കാലശേഷം ഈ വീടും കൃഷിസ്ഥലവും 2 പേരും തുല്യമായിട്ട് വീതിച്ചെടുക്കണം. ഇത് കേട്ട മടിയനായ ശിവൻ പറഞ്ഞു: ജോലി ചെയ്യാനൊന്നും എനിക്ക് പറ്റില്ല, അതുകൊണ്ട് വീട് എനിക്ക് വേണം. കൃഷിസ്ഥലം വേണമെങ്കിൽ നീ എടുത്തോ. എന്നാൽ അധ്വാനശീലനായ സദനോ അത് സമ്മതിച്ചു കൊടുത്തു. അവൻ തന്റെ കൃഷിസ്ഥലം നന്നായി കിളച്ച് ധാന്യങ്ങൾ വിതച്ചു. ഈ സമയത്തും നമ്മുടെ മടിയനായ ശിവൻ ജോലിയൊന്നും ചെയ്യാതെ തന്റെ വീട്ടിൽ തന്നെ കുത്തിയിരുന്നു.
അധികം താമസിയാതെ സദയുടെ കൃഷിസ്ഥലം ധാന്യവിളകൾ കൊണ്ട് സമ്പുഷ്ടമായി. കുറച്ചു കാലങ്ങൾക്ക് ശേഷം സദ ആ ഗ്രാമത്തിൽ അറിയപ്പെടുന്ന ഒരു കർഷകനായി മാറിയിരുന്നു. ശിവനോ മുഴു പട്ടിണിയായി തന്റെ പൊളിഞ്ഞു വീഴാറായ കൂരക്ക് മുന്നിൽ കുത്തിയിരുന്നു. കുറച്ചു കാലങ്ങൾക്ക് ശേഷം സദാ ഗ്രാമത്തിൽ അറിയപ്പെടുന്ന ഒരു ധനികനായി മാറിയിരുന്നു. ഒത്തിരി പാട്ടുകളും കഥകളും കണ്ടല്ലോ കൂട്ടുകാരെ. ഇനി ഒരു അല്പം പഠനകാര്യമാകാം. പഴങ്ങൾ കൂട്ടുകാർക്ക് ഇഷ്ടമാണല്ലോ. പഴങ്ങളെ കുറിച്ച് കൂടുതൽ അടുത്തറിയാൻ കൂട്ടുകാർക്ക് ആഗ്രഹമില്ലേ? എന്നാലിതാ പഴങ്ങൾ. ആപ്പിൾ. ഹായ് കൂട്ടുകാരെ, ഞാൻ ആപ്പിൾ. ഏതാണ്ട് 10,000-ഓളം ഇനങ്ങളുള്ള ഞങ്ങളുടെ വൃക്ഷം 100 വർഷം വരെ നിലനിൽക്കും. ഞങ്ങളിൽ ധാരാളം പഞ്ചസാര അടങ്ങിയിട്ടുണ്ട്. റൊസേസിയ സസ്യകുടുംബത്തിൽപ്പെട്ട മാലിസ് പ്യൂമില സ്പീഷീസിന്റെ ഫലമാണ് ഞങ്ങൾ. ഞങ്ങളുടെ വൃക്ഷത്തിന്റെ പേരും ആപ്പിൾ എന്നാണ്. ഇപ്പോ ഞങ്ങളെ കുറിച്ച് ഒത്തിരി കാര്യം അറിഞ്ഞില്ലേ? ഇനി വിട കൂട്ടുകാരെ, ബൈ. തണ്ണിമത്തൻ. ഗോളാകാരമായ ഞങ്ങളുടെ കായുടെ തൊലിക്ക് നല്ല കട്ടിയുണ്ട്. ശരീരത്തിന് തണുപ്പേകുന്ന ഒരു നല്ല ഫലമാണ് ഞങ്ങൾ. കുക്കുർബിറ്റേസിയ സസ്യകുടുംബത്തിൽപ്പെട്ട സിട്രുല്ലസ് വൾഗാരിസ് എന്ന സസ്യ സ്പീഷീസിന്റെ ഫലമാണ് ഞങ്ങൾ. ഒരു വാർഷിക സസ്യമായ ഞങ്ങളുടെ ചെടിയുടെ തണ്ടും ഇലകളും രോമാവൃതമാണ്. ഉള്ളിലെ മാംസളമായ ഭാഗം ഭക്ഷ്യയോഗ്യമാണ്. വിത്തുകളിൽ നിന്ന് ഒരു തരം എണ്ണയും എടുക്കുന്നുണ്ട്. വരട്ടെ കൂട്ടുകാരെ, ബൈ. മാങ്ങ. ഹായ് കൂട്ടുകാരെ, ഞാൻ മാങ്ങ. വൈറ്റമിൻ എ ധാരാളം അടങ്ങിയിട്ടുള്ള ഞങ്ങൾ അനാക്രഡിയേസിയ സസ്യകുടുംബത്തിൽപ്പെട്ട മാഞ്ചിഫറ ഇൻഡിക്ക എന്ന ശാസ്ത്രനാമമുള്ള വൃക്ഷത്തിന്റെ ഫലമാണ്. 100 കണക്കിന് ഇനങ്ങളുണ്ട് ഞങ്ങൾക്ക്. സങ്കര ഇനങ്ങളും കുറവല്ല. 30 മീറ്റർ വരെ ഉയരത്തിൽ വളരുന്ന ഒരു നിത്യഹരിത വൃക്ഷമാണ് ഞങ്ങളുടേത്. വരട്ടെ കൂട്ടുകാരെ, കൈതച്ചക്ക. ഹായ് കൂട്ടുകാരെ, ഞാൻ കൈതച്ചക്ക. വൈറ്റമിൻ എയും സിയും കൂടാതെ ബ്രാമിലിൻ എന്ന എൻസൈമും അടങ്ങിയ ഞങ്ങളുടെ ചെടി 90 സെന്റിമീറ്റർ വരെ ഉയരത്തിൽ വളരും. ഞങ്ങളുടെ ഇലകൾ വാള് പോലെ നീണ്ടിരിക്കുന്നു. ഞങ്ങളുടെ ഫലത്തിന് 30 സെന്റിമീറ്റർ നീളവും 1/2 കിലോഗ്രാം മുതൽ 10 കിലോഗ്രാം വരെ തൂക്കവും ഉണ്ടാവും. ബ്രോമിലേസിയ സസ്യകുടുംബത്തിൽപ്പെട്ട അനാനാസ് കൊമേസസ് എന്ന സസ്യ സ്പീഷീസിന്റെ ഫലമാണ് ഞങ്ങൾ. വരട്ടെ, ബൈ. ഏത്തപ്പഴം. ഹായ് കൂട്ടുകാരെ, ഞാൻ ഏത്തപ്പഴം. ഒരു വാർഷിക സസ്യമാണ് ഞാൻ. എന്നിൽ അന്നജം, വൈറ്റമിൻ സി, പൊട്ടാസ്യം ബൈകാർബണേറ്റ് എന്നിവ അടങ്ങിയിരിക്കുന്നു. ഇത് മാത്രമല്ല കൂട്ടുകാരെ, മറ്റു പല പോഷക വസ്തുക്കളും ഞങ്ങളിലുണ്ട്. മ്യൂസേസിയ സസ്യകുടുംബത്തിൽപ്പെട്ട മ്യൂസ അക്യുമിനേറ്റ, മ്യൂസ ബൾബിസിയാന എന്നീ സ്പീഷീസുകളുടെ ഫലമാണ് ഞാൻ. നിരവധി സങ്കരയിന ഏത്തവാഴകളും ഞങ്ങളിൽ കൃഷി ചെയ്യപ്പെടുന്നുണ്ട്. എല്ലാവർക്കും നന്മകൾ നേരുന്നു. ബൈ. സ്ട്രോബെറി. ഹായ് കൂട്ടുകാരെ, എന്നെ അറിയോ? ഞാനാണ് സ്ട്രോബെറി. ഞങ്ങളുടെ ഫലങ്ങൾ കോണാകൃതിയിലാണ്. ധാരാളം നീരുള്ള ഞങ്ങൾക്ക് നല്ല മധുരമാണ് കൂട്ടുകാരെ. ഞങ്ങളുടെ സസ്യം ഭൂമിയോട് ചേർന്ന് കുറ്റിച്ചെടിയായാണ് കാണപ്പെടുന്നത്. റോസേസിയ സസ്യകുടുംബത്തിലെ പ്രജേറിയ കിലോയൻസിസ് സ്പീഷീസിന്റെ ഫലമാണ് ഞങ്ങൾ. ഞങ്ങളിൽ വിവിധ ഇനങ്ങളുമുണ്ട് കൂട്ടുകാരെ. വരട്ടെ, ബൈ. മാതളം. ഹായ് കൂട്ടുകാരെ, ഞാൻ മാതളം. പ്യൂണിക്കേസിയ സസ്യകുടുംബത്തിലെ പ്യൂണിക്ക ഗ്രാനേറ്റം എന്ന ചെടിയുടെ ഫലമാണ് ഞാൻ. എനിക്ക് 5.15 സെന്റിമീറ്റർ വരെ വ്യാസം വരും. ഞങ്ങളുടെ നിറം ചുവപ്പോ മഞ്ഞയോ ആകാം. ഫലത്തിന്റെ ഭക്ഷ്യയോഗ്യമായ മാംസള ഭാഗത്തിൽ വൈറ്റമിൻ സിയും പ്രോട്ടീനും അടങ്ങിയിരിക്കുന്നു. ഞങ്ങളുടെ വിത്തുകൾക്ക് വെള്ളയോ മഞ്ഞയോ നിറമായിരിക്കും. ഞങ്ങളുടെ പഴത്തിന് ഔഷധ ഗുണവുമുണ്ട്. വരട്ടെ കൂട്ടുകാരെ, ബൈ. പപ്പായ.
ഹായ്, ഞാൻ പപ്പായ. കാരിക്കേസിയ സസ്യകുടുംബത്തിലെ കാരിക്കം പപ്പായ സ്പീഷീസിലെ ചെടിയുടെ ഫലമാണ് ഞങ്ങൾ. കർണികങ്ങളായാണ് ഞങ്ങളുടെ ഇലകൾ വളരുന്നത്. പൂക്കൾക്ക് ചോർപ്പിന്റെ ആകൃതിയാണ്. വൈറ്റമിൻ എ ധാരാളമുള്ള ഞങ്ങളുടെ കായ്കൾ ഉരുണ്ട നീണ്ടതോ ഗോളാകൃതിയിലുള്ളതോ ആണ്. ഞങ്ങളുടെ ചെടി 7 മുതൽ 8 മീറ്റർ വരെ ഉയരത്തിൽ വളരും. പോട്ടെ കൂട്ടുകാരെ, ബൈ. മുന്തിരി. ഹായ് കൂട്ടുകാരെ, ഞാൻ മുന്തിരി. പൗരാണിക കാലം മുതലേ മനുഷ്യർ ഞങ്ങളെ ഉപയോഗിച്ചിരുന്നു. പടർന്നു കയറുന്ന സസ്യമാണ് ഞങ്ങൾ. 15 മുതൽ 25% വരെ പഞ്ചസാര അടങ്ങിയിട്ടുണ്ട് ഞങ്ങളിൽ. കൂടാതെ ടാർട്ടാറിക്, മാലിക് അമ്ലങ്ങളും ഉണ്ട്. ഞങ്ങൾക്ക് 60ഓളം ഇനങ്ങളുണ്ട്. വിറ്റിസ് ജീനസിൽപ്പെട്ട ചെടിയാണ് ഞങ്ങളുടേത്. ഞങ്ങളിൽ ഏറ്റവും പ്രചാരമുള്ളത് വിറ്റിസ് വിനിഫെറ സ്പീഷീസിലെ ചെടികളാണ്. എന്നാൽ വിട. ബൈ. ഓറഞ്ച്. ഹായ് കൂട്ടുകാരെ, എന്നെ നിങ്ങൾക്ക് ഇഷ്ടമല്ലേ? റൂട്ടേസിയ കുടുംബത്തിലെ സിട്രസ് ജീനസിൽപ്പെട്ട ഒരു നിത്യഹരിത വൃക്ഷത്തിന്റെ പഴമാണ് ഞാൻ. മധുര ഓറഞ്ച്, മൻഡാരിൻ ഓറഞ്ച്, ചൈന ഓറഞ്ച് എന്നിവയാണ് വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യപ്പെടുന്ന ഞങ്ങളുടെ ഇനങ്ങൾ. 7 മുതൽ 12 മീറ്റർ വരെ ഉയരത്തിൽ ശാഖോപശാഖകളോട് കൂടി വളരുന്ന ചെറുവൃക്ഷമാണ് ഞങ്ങൾക്കുള്ളത്. ഞങ്ങൾ പോഷക സമ്പന്നമായ ഒരു പഴമാണ്. വൈറ്റമിൻ സി ധാരാളമായി ഞങ്ങളിലുണ്ട്. ഇനി പിന്നെ കാണാം. ബൈ. പഴങ്ങളെ കുറിച്ച് കൂട്ടുകാർക്ക് അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായില്ലേ? ഇനി പച്ചക്കറികളെ കുറിച്ചാവാം. എന്താ? പച്ചക്കറികൾ. തക്കാളി. ഹലോ, ഞാൻ തക്കാളി. 1 മീറ്റർ മുതൽ 1.75 മീറ്റർ വരെ ഉയരത്തിൽ വളരുന്ന ഞാൻ സൊളാനേസിയ സസ്യകുടുംബത്തിൽപ്പെട്ട ഒരു പച്ചക്കറി വിളയാണ്. എന്റെ ശാസ്ത്രനാമം ലൈക്കോപെൻസിക്കം എസ്കുലന്റം എന്നാണ്. ഞാനൊരു വാർഷിക സസ്യമാണ്. എന്നിൽ പൊട്ടാസ്യം, വൈറ്റമിൻ എ, സി എന്നിവയും അടങ്ങിയിരിക്കുന്നു. എന്റെ കായ്കൾ ഭക്ഷ്യയോഗ്യമാണ്. വരട്ടെ കൂട്ടുകാരെ, ബൈ. മത്തങ്ങ. ഹായ് കൂട്ടുകാരെ, ഞാൻ മത്തങ്ങ. കുക്കുർബിറ്റേസിയ സസ്യകുടുംബത്തിൽപ്പെട്ട ഒരു കായ്ക്കറി ചെടിയാണ് ഞാൻ. എന്റെ ശാസ്ത്രനാമം കുക്കുർബിറ്റ മാക്സിമ എന്നാണ്. ഏകവർഷിയായ ഞാൻ ഒരു ആരോഹിയാണ്. കായ് മത്തങ്ങ എന്ന് അറിയപ്പെടുന്ന എനിക്ക് 10 കിലോഗ്രാമിലധികം ഭാരം വരും. വർഷമത്തൻ, വേനൽ മത്തൻ എന്നിങ്ങനെ 2 ഇനങ്ങളിലുമുണ്ട് ഞങ്ങൾ. ഞങ്ങളിൽ വൈറ്റമിൻ B2 അടങ്ങിയിട്ടുണ്ട്. പോട്ടെ, ബൈ. പാവയ്ക്ക. കൂട്ടുകാരെ, ഞാൻ പാവയ്ക്ക. എന്താ, എന്റെ പേര് കേൾക്കുമ്പോൾ തന്നെ കയ്പുണ്ടോ? കുക്കുർബിറ്റേസിയ സസ്യകുടുംബത്തിൽപ്പെട്ട ഒരു ചെടിയാണ് ഞാൻ. ഞാനൊരു വാർഷിക ആരോഹിയാണ്. എന്റെ ശാസ്ത്രനാമം മമോർഡിക്ക കറൻസിയ എന്നാണ്. കയ്പ് രസമുള്ള എന്നെ ഭക്ഷ്യയോഗ്യമാണ്. പുറത്ത് മുഴകളുള്ള എന്നിൽ വൈറ്റമിനുകൾ, ധാതുക്കൾ എന്നിവ ധാരാളം അടങ്ങിയിരിക്കുന്നു. വരട്ടെ കൂട്ടുകാരെ, ബൈ. വെള്ളരിക്ക. ഹായ്, ഞാൻ വെള്ളരി. വൈറ്റമിൻ സി അടങ്ങിയ ഞങ്ങളിൽ ജലാംശം കൂടുതലായിട്ടുണ്ട്. കുക്കുർബിറ്റേസിയ സസ്യകുടുംബത്തിൽപ്പെട്ട ഞങ്ങളുടെ ശാസ്ത്രനാമം കുക്കുമിസ് സെറ്റൈവസ് എന്നാണ്. ഞങ്ങളിൽ മറ്റു ചില ഇനങ്ങളും ഉണ്ട് കൂട്ടുകാരെ. പടർന്നു വളരുന്ന ചെടിയാണ് ഞങ്ങളുടേത്. ഞങ്ങളുടെ ഇലയിലും തണ്ടിലും ചെറിയ രോമങ്ങളും കാണാം. ഞങ്ങളുടെ കായ്കൾ ഭക്ഷ്യയോഗ്യമാണ്. വരട്ടെ, ബൈ. ഉള്ളി. കൂട്ടുകാരെ, ഞാൻ ഉള്ളി. ലില്ലിയേസിയ കുടുംബത്തിൽപ്പെട്ട ഒരു ദ്വിവർഷി സസ്യമാണ് ഞാൻ. അനേകം പാളികളുള്ള ശൽക്കങ്ങളായി ഭൂമിക്കടിയിലാണ് എന്നെ കാണപ്പെടുന്നത്. ഇതിനടിയിൽ വളരെ ചെറിയ വേരുകൾ വളരുന്നു. എന്റെ ശാസ്ത്രനാമം അലിയം സീപ്പ. എന്റെ ഇലകൾ നീളമേറിയവയാണ്. ശൽക്കകന്ധങ്ങളും ഇലയും പൂവും ഭക്ഷ്യയോഗ്യമാണ്. ഒരിനം ബാഷ്പശീലമുള്ള തൈലവും വൈറ്റമിൻ എ, ബി, സി എന്നിവയും എന്നിൽ അടങ്ങിയിട്ടുണ്ട്. വരട്ടെ കൂട്ടുകാരെ, ബൈ. വെണ്ടയ്ക്ക. ഹായ്, ഞാൻ വെണ്ടയ്ക്ക. എന്നിൽ വൈറ്റമിൻ എ, സി എന്നിവയും ഇരുമ്പും അടങ്ങിയിട്ടുണ്ട്. മാൽവേസിയ സസ്യകുടുംബത്തിൽപ്പെട്ട ചെടിയാണ് എന്റേത്. എന്റെ ശാസ്ത്രനാമം ഹിബിസ്കസ് എസ്കുലന്തസ് എന്നാണ്. എന്റെ ചെടിയുടെ പൊക്കം, കായുടെ നീളം, നിറം എന്നിവയുടെ അടിസ്ഥാനത്തിൽ നിരവധി ഇനങ്ങളുണ്ട് ഞങ്ങൾ. എന്നെ സൂപ്പ് ഉണ്ടാക്കാനും ഉപയോഗിക്കുന്നുണ്ട്. ഞങ്ങളുടെ ഇളം കായ്കളാണ് കറികൾക്ക് ഉപയോഗിക്കുന്നത്. വരട്ടെ കൂട്ടുകാരെ, ബൈ.
മുളക്. കൂട്ടുകാരെ, എന്നെ കാണുന്നത് തന്നെ കൂട്ടുകാർക്ക് പേടിയാവും അല്ലേ? പേടിക്കണ്ട കേട്ടോ, എന്നിൽ തന്നെ എരിവില്ലാത്തവയുമുണ്ട്. എന്നിൽ വൈറ്റമിൻ എ, സി എന്നിവ അടങ്ങിയിട്ടുണ്ട്. ചെറിയ അളവിൽ കോപ്പർ, അലൂമിനിയം, മാംഗനീസ്, സിലിക്കൺ എന്നിവയുമുണ്ട്. സൊലാനേസിയ സസ്യകുടുംബത്തിൽപ്പെട്ട ഒരു വ്യഞ്ജന സസ്യമാണ് ഞാൻ. എന്റെ ശാസ്ത്രനാമം കാപ്സിക്കം ആനം. പോട്ടെ, ബൈ. കാരറ്റ്. ഹായ് കൂട്ടുകാരെ, ഞാൻ കാരറ്റ്. അംബലിഫറ സസ്യകുടുംബത്തിൽപ്പെട്ടതാണ് ഞാൻ. ഞാൻ ജയൂക്കസ് കരോറ്റ എന്ന ശാസ്ത്രനാമത്തിലാണ് അറിയപ്പെടുന്നത്. ഞാൻ ഒരു ദ്വിവർഷ സസ്യമാണ്. എന്നിൽ വൈറ്റമിൻ എ, വൈറ്റമിൻ ബി, വൈറ്റമിൻ സി എന്നിവ കൂടാതെ ഇരുമ്പ്, ഫോസ്ഫറസ്, സൾഫർ എന്നിവയും അടങ്ങിയിട്ടുണ്ട്. ഞങ്ങളുടെ വേരിൽ അടങ്ങിയിട്ടുള്ള കരോറ്റിൻ മനുഷ്യ ശരീരത്തിൽ വൈറ്റമിൻ എ ആയി മാറുന്നു. മാംസളമായ വേരിന് ഓറഞ്ച് നിറമാണുള്ളത്. വരട്ടെ കൂട്ടുകാരെ, ബൈ. വഴുതനങ്ങ. ഹായ് കൂട്ടുകാരെ, ഞാൻ വഴുതനങ്ങ. വൈറ്റമിൻ B2 അടങ്ങിയ ഞാൻ സൊളാനേസിയ സസ്യകുടുംബത്തിൽപ്പെട്ട ഒരു ചെടിയാണ്. എന്റെ ശാസ്ത്രനാമം സൊലാനം മെലോഞ്ചന എന്നാണ്. ഞങ്ങളുടെ കൂട്ടത്തിൽ പ്രധാനമായും 2 ഇനങ്ങളുണ്ട്. ഉരുണ്ട കായ്കളുള്ളവയും നീളമുള്ള കായ്കളുള്ളവയും. വ്യത്യാസം നിറത്തിലും ഉണ്ട് കേട്ടോ. ഭക്ഷ്യയോഗ്യമായ കായ്കളുടെ നിറം കടും ചുവപ്പും വെള്ളയുമാണ്. വരട്ടെ കൂട്ടുകാരെ, ബൈ. കാബേജ്. ഹായ് കൂട്ടുകാരെ, ഞാൻ കാബേജ്. ക്രൂസിഫറ സസ്യകുടുംബത്തിൽപ്പെട്ട ഒരു ദ്വിവർഷി സസ്യമാണ് ഞാൻ. എന്റെ ശാസ്ത്രനാമം ബ്രാസിക്ക ഒലിറേസിയ എന്നാണ്. വൈറ്റമിൻ സി, എ എന്നിവ ധാരാളം ഞങ്ങളിലുണ്ട്. ആദ്യ വർഷം ഞങ്ങളിൽ ശീർഷവും 2ാം വർഷം പൂക്കളും ഉണ്ടാകുന്നു. വളർച്ച പൂർത്തിയാക്കിയ ശീർഷം ഒരു പന്ത് പോലെ ആയിത്തീരുന്നു. വരട്ടെ കൂട്ടുകാരെ, ബൈ. പൂക്കൾ കൂട്ടുകാർക്ക് ഇഷ്ടമാണെന്ന് പറയാനുണ്ടോ? നമുക്കിഷ്ടമുള്ള ഒത്തിരി പൂക്കളെ കുറിച്ച് ഇതാ ഇത്തിരി കാര്യം. പൂക്കൾ. റോസ്. ഹായ് കൂട്ടുകാരെ, ഞാൻ റോസ്. എന്നെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ടുന്ന ആവശ്യം കാണില്ല. അല്ലാതെ തന്നെ എന്നെ നിങ്ങൾക്കറിയാം. റോസേസിയ സസ്യകുടുംബത്തിൽ റോസ ജീനസിൽ പെടുന്നു ഞാൻ. എന്റെ ചെടി 15 സെന്റിമീറ്റർ മുതൽ 3 മീറ്റർ പൊക്കത്തിൽ വരെ വളരും. വെള്ള, പാടലം, ചുവപ്പ് തുടങ്ങിയ വിവിധ നിറങ്ങളിലുള്ള ഞങ്ങൾ മുള്ളുള്ള ചെടി കൂടിയാണ്. ഒപ്പം നല്ല ഗന്ധവും. വരട്ടെ കൂട്ടുകാരെ, ബൈ. സൂര്യകാന്തി. ഹായ്, ഞാൻ സൂര്യകാന്തി. കമ്പോസിറ്റർ കുടുംബത്തിലെ ഹീലിയാന്തസ് ജീനസിൽ പെടുന്നു ഞാൻ. ഞാൻ വാർഷികമോ ചിരസ്ഥായിയോ ആയ സസ്യമാണ്. ഞങ്ങളുടെ പുഷ്പശീർഷം വൃത്താകാരത്തിലാണ്. ഇതിന് 0.3 മീറ്റർ വ്യാസം വരും. വിത്തിൽ നിന്നും ഭക്ഷ്യയോഗ്യമായ എണ്ണ എടുക്കുന്നു. ഞങ്ങളുടെ ചെടി 4.5 മീറ്റർ വരെ ഉയരത്തിൽ വളരും. പകൽ സമയത്ത് ഞങ്ങൾ സൂര്യന്റെ സഞ്ചാരപഥത്തിനനുസരിച്ച് പുഷ്പശീർഷത്തിന്റെ ദിശ മാറ്റാറുണ്ട്. വരട്ടെ കൂട്ടുകാരെ, ബൈ. ഓർക്കിഡ്. ഹായ് കൂട്ടുകാരെ, ഞാൻ ഓർക്കിഡ്. പടർന്നു വളരുന്ന സൂക്ഷ്മ സസ്യങ്ങൾ മുതൽ 60 മീറ്റർ ഉയരത്തിൽ വരെ ഞങ്ങൾ വളരാറുണ്ട്. പരന്ന നീണ്ട ഇലകളും മനോഹരമായ പുഷ്പങ്ങളും ഞങ്ങളുടെ ഒരു പ്രത്യേകതയാണ്. ചെടികളുടെ കൂട്ടത്തിൽ ഏറ്റവും അധികം വികാസം പ്രാപിച്ച പൂക്കളുള്ള ചെടി കൂടിയാണ് ഞങ്ങൾ. ഓർക്കിഡേസിയ കുടുംബാംഗമാണ് ഞാൻ. മരുഭൂമികളിൽ ഒഴികെ എല്ലായിടത്തും ഞങ്ങൾ വളരും. ബൈ കൂട്ടുകാരെ. ചെമ്പരത്തി. മാൽവേസിയ സസ്യകുടുംബത്തിൽ പെടുന്ന ഞങ്ങൾ ഹിബിസ്കസ് ജീനസ് ആണ്. ഞങ്ങളിൽ പ്രധാനമായും 2 ഇനങ്ങളാണ്, ചൈനീസ് ഹിബിസ്കസും ഹാർഡി ഹിബിസ്കസും. സാധാരണ വീട്ടുമുറ്റത്തും മറ്റും കണ്ടുവരുന്ന ഞങ്ങൾ ചൈനീസ് ഹിബിസ്കസ് ഇനമാണ് കൂട്ടുകാരെ. ഞങ്ങൾ 3 മീറ്റർ മുതൽ 9 മീറ്റർ വരെ ഉയരത്തിൽ വളരും. പല പല ആകൃതിയിലുള്ള ഞങ്ങൾ വിവിധ നിറങ്ങളിൽ കാണപ്പെടുന്നുണ്ട്. വരട്ടെ കൂട്ടുകാരെ, ഡാലിയ. ഹായ് കൂട്ടുകാരെ, ഞാൻ ഡാലിയ. ചിരസ്ഥായി സസ്യ ഇനമാണ് ഞങ്ങൾ. കാമ്പോസിറ്റി സസ്യ കുടുംബത്തിൽ പെടുന്ന ഞങ്ങൾ ശരത്കാലത്ത് പുഷ്പിച്ചിരിക്കുന്നവരാണ്. 60 സെന്റിമീറ്റർ മുതൽ 180 സെന്റിമീറ്റർ വരെ ഉയരത്തിൽ വളരുന്ന ഞങ്ങൾക്ക് മഞ്ഞ, ചുവപ്പ് നിറങ്ങളാണ് ഉള്ളത്. വരട്ടെ കൂട്ടുകാരെ, ബൈ. താമര. ഹായ് കൂട്ടുകാരെ, ഞാൻ താമര. ഞാൻ ഇന്ത്യയുടെ ദേശീയ പുഷ്പമാണ്. വൃത്താകാരത്തിലുള്ള എന്റെ ഇലകൾക്ക് 30 സെന്റിമീറ്റർ വരെ വ്യാസം വരും. എന്റെ ഇലകൾ വെള്ളത്തിന്റെ ഉപരിതലത്തിൽ പൊങ്ങിക്കിടക്കും.
നീളമുള്ള തണ്ടിന്റെ മുകളിലായി ജലോപരിതലത്തിൽ പൊങ്ങിക്കിടക്കുന്നവരാണ് ഞങ്ങൾ. ഞങ്ങൾക്ക് വിവിധ നിറങ്ങളുമുണ്ട് കൂട്ടുകാരെ. ബൈ. മുല്ല. ഒലീസിയ സസ്യകുടുംബത്തിൽ ജാസ്മിനം ജീനസിൽപ്പെടുന്ന ഞങ്ങൾ മണമേറിയ പുഷ്പം കൂടിയാണ്. പടർന്നു വളരുന്ന ചെറിയ വള്ളികൾ ഉള്ള ഞങ്ങൾ 12 മീറ്റർ വരെ നീളത്തിൽ വളരും. ഞങ്ങളിൽ കുറ്റിച്ചെടിയായി വളരുന്നവരുമുണ്ട് കേട്ടോ. ഞങ്ങളുടെ പൂക്കൾക്ക് വെള്ള നിറമാണ് കൂട്ടുകാരെ. വരട്ടെ. ബൈ. ആമ്പൽപ്പൂവ്. ഹായ് കൂട്ടുകാരെ, ഞാൻ ആമ്പൽപ്പൂവ്. ഏകവർഷിയായ ഒരു ജലസസ്യമാണ് ഞാൻ. നിംഫിയേസി കുടുംബത്തിൽ പെട്ടതാണ് ഞാൻ. ഇലകൾ ഹൃദയാകാരമായി ജലോപരിതലത്തിൽ പടർന്നു കിടക്കുന്നു. ജലാശയങ്ങളുടെ അടിത്തട്ടിൽ ചെളിയിൽ ഉറച്ചു നിൽക്കുന്ന ചെടിയിൽ നിന്ന് കുഴല പോലുള്ള തണ്ടുകളുടെ അഗ്രത്തിൽ നീണ്ട ഇതളുകളോട് കൂടിയ പൂക്കളാണ് ഞങ്ങൾക്ക്. മഞ്ഞ, നീല, വെള്ള, ചുമപ്പ് എന്നിങ്ങനെ പല നിറത്തിലുമുണ്ട് ഞങ്ങൾ. വരട്ടെ കൂട്ടുകാരെ. ഇനി നമുക്ക് തത്തപ്പെണ്ണിന്റെ ക്ലാസ്സിലേക്കൊന്ന് ചെല്ലാം. ബി ബി സി സി ഡി ഡി ഇ ഇ എഫ് എഫ് ജി ജി എച്ച് എച്ച് ഐ ഐ ജെ ജെ കെ കെ എൽ എൽ എം എം എൻ എൻ ഓ ഓ പി പി ക്യൂ ക്യൂ ആർ ആർ എസ് എസ് ടി ടി യു യു വി വി ഡബ്ല്യു ഡബ്ല്യു എക്സ് എക്സ് വൈ വൈ Z Z ഇഷ്ടമായോ എന്റെ കഥകളും പാട്ടുകളും? ഇനിയും ഒത്തിരിയുണ്ട് എന്റെ കയ്യിൽ. അതുമായി ഞാൻ വീണ്ടും വരും. അതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്മകൾ നേരുന്നു. ബൈ.